പാരീസ് നഗരത്തെ ചുറ്റിയൊഴുകുന്ന സെൻ നദീതീരത്ത് ലോക കായിക മാമാങ്കത്തിന് തിരിതെളിഞ്ഞു. ആദ്യമായാണ് സ്റ്റേഡിയത്തിന് പുറത്ത് ഉദ്ഘാടന ചടങ്ങ് നടക്കുന്നത്. 2024 ജൂലൈ 26 ഇന്ത്യൻ സമയം രാത്രി 11 ഉദ്ഘാടന ചടങ്ങുകൾ ആരംഭിച്ചത്. 1900-ലും 1924-ലുമാണ് ഇതിനു മുമ്പ് പാരീസ് നഗരം ഒളിമ്പിക്സിന് വേദിയായത്. 16 കായിക രാപ്പകലുകൾക്കാണ് ഇനി ഫ്രാൻസിന്റെ പർദീസ നഗരം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. ഒളിമ്പിക്സിന്റെ 33-ാം പതിപ്പിന് ഇന്നലെ പാരീസിൽ തുടക്കമായപ്പോൾ ടെഡി റൈനറും മേരി ജോസ് പെരക്കും ചേർന്ന് ഒളിമ്പിക്സ് ദീപം തെളിയിച്ച് കായിക മാമാങ്കത്തിന് തുടക്കം കുറിച്ചു. ടെഡി റൈനർ ഫ്രഞ്ച് ജൂഡോ താരമാണ്. ഒളിമ്പിക്സ് ജൂഡോയിൽ തുടർച്ചയായി 3 തവണ സ്വർണം നേടിയിട്ടുണ്ട്. ഫ്രഞ്ച് അത്ലറ്റായ മേരി ജോസ് പെരക് ഫ്രാൻസിനായി 3 തവണ സ്വർണം നേടിയിട്ടുണ്ട്. സെറീന വില്യംസ്, റാഫേൽ നദാൽ, കാൾ ലൂയിസ്, നദിയ കൊമനേച്ചി, സിദാൻ തുടങ്ങിയ ഇതിഹാസ താരങ്ങളിലൂടെ കൈമാറിയെത്തിയ ദീപശിഖ ടെഡി റൈനറിന്റെയും മേരി പെരക്കിന്റെയും കൈകളിൽ ഇരുവരും ചേർന്നാണ് ഒളിമ്പിക് ദീപത്തിലേക്കായി തീ പകർന്നത്. ഒളിമ്പിക്സ് ചരിത്രത്തിൽ ആദ്യമായാണ് 2 പേർ ചേർന്ന് ദീപം തെളിയിക്കുന്നത്. സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെ സമത്വമെന്ന ആശയമാണ് പാരീസ് ഒളിമ്പിക്സ് ഉയർത്തിക്കാണിക്കുന്നത്. 4 മണിക്കൂർ നീണ്ട അവിസ്മരണീയമായ ഉദ്ഘാടന ചടങ്ങുകൾക്കാണ് പാരീസ് നഗരം ഇന്നലെ സാക്ഷ്യം വഹിച്ചത്. ചരിത്രത്തിലാദ്യമായാണ് ഒളിമ്പിക്സ് വേദിക്ക് പുറത്ത് ഉദ്ഘാടനം നടത്തുന്നത്. ഉദ്ഘാടന ചടങ്ങിൽ ഇന്ത്യൻ പതാക ഏന്തുന്നത് ടെന്നീസ് താരം ശരത് കമലും ബാഡ്മിൻ്റൺ താരം PV സിന്ധുവുമാണ്. ദേശീയ പതാക വഹിക്കുന്നതിൽ ഏറെ സന്തോഷവും അഭിമാനവുമുണ്ടെന്ന് ഇരുവരും പറഞ്ഞു. 117 താരങ്ങളാണ് പാരീസിൽ ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്നത്. 70 പുരുഷ താരങ്ങളും 47 വനിതകളും ഉൾപ്പെടുന്നു. കേരളത്തിന് അഭിമാനമായി 7 മലയാളികളും ഒളിമ്പിക്സ് സംഘത്തിലുണ്ട്.